Hi everyone, എല്ലാവർക്കും Accentയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വളരെ മനോഹരമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന 15 സെന്റൻസസ് ആണ്. അതിനകത്ത് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പഠിക്കേണ്ടെന്നല്ല കേട്ടോ. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 15 സെന്റൻസസ്. ഓക്കെ, അപ്പോൾ എഴുതിയെടുത്തേക്കണം ഓരോ സെന്റൻസസും. ഒപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് കൂടെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് കൂടെ ചെയ്യണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് വീഡിയോ കണ്ടു പോയാൽ പോരാ, നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് കൂടെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ സെൻറ്റൻസസ് പറയും, നിങ്ങൾ അതിൻ്റെ കൂടെ അത് പ്രാക്ടീസ് കൂടെ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇന്ന് പ്രഭാത ഭക്ഷണം, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മളെങ്ങനെ പറയാം? ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയോ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇല്ലേ, രാവിലെ നമുക്ക് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എണീറ്റൊക്കെ വന്ന് പല്ലുതപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഭാര്യയോടോ അമ്മയോടോ പെങ്ങളോടോ അല്ലെങ്കിൽ കൂടെ നമ്മൾ ഒരുമിച്ച് കുറച്ച് കൂട്ടാളികളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരെങ്കിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ ചോദിക്കും, എടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്ന് ചോദിക്കും അല്ലേ? എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. വാട്ട്സ് നമ്മൾ പറയുന്നത് വാട്ട് ഈസിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് നമ്മൾ എന്തെന്ന് പറയുക? വാട്ട്സ് എന്ന് പറയാം. ഓക്കെ, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തേ. വെരി ഗുഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഒരു ഗ്ലാസ് കോഫി വേണം, എനിക്ക് അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി വേണം എന്ന് പറയും അല്ലേ? സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ സ്വതവേ നമ്മൾ ചോദിക്കാറുള്ളതാണ്, ഒരു കപ്പ് കോഫി വേണം, ഒരു കപ്പ് ടീ വേണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഒരു കപ്പ് ടീ വേണം എന്നെങ്ങനെയാണ് പറയാം? ഐ നീഡ് എ കപ്പ് ഓഫ് ടീ. എങ്ങനെയാണ് പറയാം? ഐ നീഡ് എ കപ്പ് ഓഫ് ടീ. ഇനി നമ്മൾ മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. ചില ദിവസങ്ങളിൽ നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്ത് നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനി മതി എല്ലാവർക്കും കൂടി നമുക്കിനി ജോലി തുടങ്ങാം. ഓക്കെ, ജോലി തുടങ്ങാൻ സമയമായി എന്ന് പറയും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ വളരെ രാവിലെ മോട്ടിവേറ്റഡൊക്കെ ആയിട്ട് ഇന്ന് ജോലി തുടങ്ങാനായിട്ട് സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഡയലോഗ്സ് ഒക്കെ അടിക്കും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളായിട്ട് പറയാം കേട്ടോ. അത് ഇത്രയും പറഞ്ഞാൽ മതി. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് വർക്ക്. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് വർക്ക്. എങ്ങനെ പറയാം? ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് വർക്ക്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. It's time to start work. Okay, it's time to start work. എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. It's time to start work. Right, super. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. എനിക്ക് ആ ഉപ്പൊന്ന് പാസ് ചെയ്യാമോ, ഒന്ന് ഇങ്ങോട്ട് നീക്കി തരാമോ, അല്ലെങ്കിൽ എനിക്ക് ആ ഉപ്പൊന്ന് അവിടെ നിന്ന് എടുത്ത് തരാമോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങളൊരു ഡൈനിങ് ടേബിളിൽ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഒരു ഭക്ഷണത്തിൽ ശകലം ഉപ്പ് കുറവുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു ഉപ്പിൻ്റെ കുപ്പി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ കുപ്പി ഒന്ന് പാസ് ചെയ്തേ എന്ന് പറയും അല്ലേ? ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയണത്. എങ്ങനെ? ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ഓക്കെ, ഒന്ന് ഒരുമിച്ച് എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്. ഗുഡ്. ഓക്കെ, നമ്മളിനി അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. ഞാൻ 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം ഇല്ലേ? നമ്മൾ പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ, ഒരു വീഡിയോ കോൾ സെഷൻ ചെയ്യുമ്പോൾ, ഒരു വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പറയണം, ഒരു അർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ നമ്മൾ പറയണം, ഞാൻ 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം കേട്ടോ, 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ. പക്ഷെ നമ്മൾ എന്നാലും പറയും 1 മിനിറ്റ് കൊണ്ട് നമ്മൾ തിരിച്ചു വരാം എന്ന് പറയും. എങ്ങനെ പറയാം? I'll be back in a minute. I'll be back in a minute. Okay, എങ്ങനെ പറയാം? I'll be back in a minute. I will be back in a minute. I will be എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് എങ്ങനെ? I'll be back in a minute. Okay, എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. I'll be back in a minute. I'll be back in a minute. Okay, ഒരുമിച്ച് പറഞ്ഞു. I'll be back in a minute. I'll be back in a minute. ഇനി നമ്മൾ ആറാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇപ്പം മഴക്കാലത്ത് നമ്മൾ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നോക്കുമ്പോൾ വല്ലാത്ത മഴയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറയണം, ഇപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ പറയാം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ.
എങ്ങനെ നമുക്ക് പറയാം? പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാ? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. എങ്ങനെ പറയാ? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിയേ. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്തോ. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് പാട്ട് ഞാൻ കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമെന്നൊക്കെ പറയും അല്ലേ. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് പ്രാന്താണ് അല്ലേ. ഞാനൊരു പാട്ടൊക്കെ പല ആവർത്തി കേൾക്കും. എൻ്റെ കൂടെ വരുന്നവരൊക്കെ കഷ്ടപ്പെടാറുണ്ട്. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് പാട്ട് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് എങ്ങനെയാണ് വലിയ ഇഷ്ടത്തോടെ നമുക്ക് പറയാം. ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. എങ്ങനെ പറയാം? ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. എങ്ങനെയാ പറയാ? ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഐ ലവ് ലിസണിങ് ടു മ്യൂസിക്. നീ വാർത്ത കണ്ടു. ഓക്കെ, നമ്മുടെ 8ാമത്തെ സെൻറ്റൻസ് ആണ്. നീ വാർത്ത കണ്ടു. ഓക്കെ, നീ വാർത്ത കണ്ടോ? അപ്പം എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടെ വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ഓഫീസിലുള്ള കൊളീഗിനോടൊക്കെ ചോദിക്കുകയാണ്, നീ വാർത്ത കണ്ടു. എങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഓക്കെ, ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഓക്കെ, എങ്ങനെ ഇപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഓക്കെ, ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഓക്കെ, സിനിമ കണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു വാച്ച് ദ മൂവി? ഓക്കെ, ഡിഡ് യു വാച്ച് ദ മൂവി? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? വാർത്ത കണ്ടോ എന്നാണ്. ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഓക്കെ, ഡിഡ് യു വാച്ച് ദ ന്യൂസ്? ഇനി നമുക്ക് 9ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെന്ന് രാവിലെയൊക്കെ പറയും നമുക്ക് നടക്കാൻ പോകാം, അല്ലെങ്കിൽ രാവിലെ ഒന്ന് മോർണിംഗ് വാക്കിന് പോകാം. ഓക്കെ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എങ്ങനെ നമുക്കത് പറയാം? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് നടക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, എന്നെ എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എന്താണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളർ? ഏതാണ് നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറം എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലേ. നമ്മളൊരാൾ പരിചയപ്പെടുമ്പോൾ വളരെ ക്ലോസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ പേഴ്സണൽ ഡീറ്റെയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ. ഞാൻ ഇതിൽ മേജറായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് ഏകദേശം അറിയാം. 10ാമത്തെ നമ്മുടെ സെൻറ്റൻസ് ആണ്. ഇനി ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? എങ്ങനെ ചോദിക്കുക? വാട്ട്സ്. ഓക്കെ, വാട്ട് ഈസ് എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് വാട്ട്സ് എന്ന് പറയുന്നത്. വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ? ഇനി നമ്മൾ 11ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണ്. നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. നമുക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ഓഫ്ലൈനിൽ വരുന്ന ചില പിള്ളേരുകളുടെ അടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ അവർ സ്പോർട്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുള്ളൂ. ഇപ്പം ഞാൻ അവരോട് ചോദിക്കടാ, നിങ്ങൾക്കൊക്കെ സ്പോർട്സ് ഇത്ര ഇഷ്ടമാണോ? സ്പോർട്സ് ഇഷ്ടമാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ലൈക്ക് സ്പോർട്സ്? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് സ്പോർട്സ്? ഡു യു ലൈക്ക് സ്പോർട്സ്? ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഡു യു ലൈക്ക് സ്പോർട്സ്? ഡു യു ലൈക്ക് സ്പോർട്സ്? ഇനി നമ്മൾ 12ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എനിക്ക് എൻ്റെ കീ കണ്ടെത്താൻ, എൻ്റെ താക്കോലുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയൊക്കെയോ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മുടെ താക്കോൽ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ താക്കോല് കണ്ടെത്താൻ പറ്റിയില്ല, താക്കോല് കാണാനില്ല എന്ന് പറയണം. ഓക്കെ, ഇങ്ങനെ പറയാം നമുക്കത്. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. ഓക്കെ, ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പറയാം? ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. ഓക്കെ, ഐ കാൺട്ട് ഫൈൻഡ് മൈ കീസ്. അപ്പം ഇനി നമുക്ക് 13ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ വീക്കെൻഡ്? ഓക്കെ, വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റർഡേ സൺഡേ ദിവസങ്ങളെയാണ് നമ്മൾ വീക്കെൻഡ്, ഒരാഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വീക്കെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ സാധാരണ മുൻപുള്ള നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാവ് എ നൈസ് വീക്കെൻഡ് എന്നൊക്കെ പറയുന്നത്. ഹാവ് എ നൈസ് വീക്കെൻഡ്, നിങ്ങൾക്ക് നല്ല ആഴ്ചയുടെ അവസാനങ്ങൾ ഉണ്ടാകട്ടെ, ശനി ഞായറൊക്കെ പോയി ട്രിപ്പ് പോയി അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുന്നതാണ് നമ്മളെന്ത് പറയുക? വീക്കെൻഡ് എന്ന് പറയാം. ആഴ്ചയുടെ അവസാനങ്ങളെയാണ് നമ്മൾ വീക്കെൻഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശനി ഞായറൊക്കെ? തകർത്ത, അടിച്ചു പൊളിച്ച എന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ചോദിക്കുക, ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? എനിക്കൊന്നും വല്ലാത്ത ക്ഷീണം തോന്നുന്നു.
14ാമത്തെ സെൻറ്റൻസ് ആണ്. എനിക്കൊന്ന് വല്ലാത്ത ക്ഷീണം തോന്നും. ഓക്കെ, ആ ചില ദിവസം നമ്മൾ തലേ ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം വരുമ്പോൾ പറയും ഇന്ന് വല്ലാത്ത ക്ഷീണമാണ് എന്ന് പറയും ഇല്ലേ. നമുക്ക് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? I'm feeling tired today. I'm feeling tired today. Okay, I'm feeling tired today. Okay, I am feeling tired today. Okay, I'm feeling tired today. എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോ. I'm feeling tired today. ഇനി നമ്മൾ അവസാനത്തെ 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നാളെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷന് സംസാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വേണ്ട ഓഫീസിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, 5 മണിക്ക് കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാറാമെന്ന് പറയും. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ, എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? I'll see you tomorrow. I'll see you tomorrow. Tomorrow എന്ന് പറഞ്ഞാൽ നാളെ. Okay, I'll see you tomorrow. I'll see you tomorrow. I will see you tomorrow എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയണത്. എങ്ങനെ? I'll see you tomorrow. I'll see you tomorrow. Okay, അപ്പോൾ ഇതും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. I'll see you tomorrow. I'll see you tomorrow. Okay, അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവർ ഡെഫിനറ്റ് ആയിട്ടും കോളേജിലാണ് ഓഫീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സെൻറ്റൻസസ് ഉപയോഗിക്കണം. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസസും സ്കൂളിലും കോളേജസിലും ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം മസ്റ്റായിട്ട് ഇത് എഴുതിയെടുത്തേക്കണം, പ്രാക്ടീസ് ചെയ്തേക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഓൾറൈറ്റ്, അതിനാണ് ആക്സെൻ്റ് ഇപ്പോഴും പരിശ്രമിക്കണം. ഞങ്ങളുടെ കൂടെ നിന്നേക്കണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ സെഷൻസൊക്കെ കണ്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്സെൻ്റയിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെഷൻസ് അവൈലബിൾ ആണ്. രാവിലെ 9:30 മുതൽ രാത്രി 11 മണി വരെ നമ്മുടെ ട്രെയിനേഴ്സ് എവർ റെഡിയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട്. ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു ഫ്രീ കോഴ്സല്ല, നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കോഴ്സ് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തനുസരിച്ച്. ഇനി ഒന്നുകൂടെ പറയുകയാണ്, ഒരുപാട് പേരെ ചേർത്തിരുത്തിയിട്ടൊന്നും ചെയ്യുന്ന സെഷനല്ല. ഓരോരുത്തർക്കും പേഴ്സണൽ അറ്റൻഷൻ തന്ന് ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. നിങ്ങളും ട്രെയിനറും മാത്രമേ ഉണ്ടാവുള്ളൂ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. ധൈര്യമായിട്ട് വിളിച്ചു, ധൈര്യമായിട്ട് കോഴ്സിന് ചെയ്തോ. നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലെത്തുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓൾറൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.